ഭാരതം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആർഷഭൂമി എന്നാണ്. ഋഷിമാരുടെ ഭൂമി, ഋഷിമാരാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി, ഋഷിമാരാൽ നയിക്കപ്പെട്ട ഭൂമി. വ്യക്തി അധപ്പതിച്ചാൽ, സമുദായം വീണുപോയാൽ, സമൂഹം ശിഥിലമാകാൻ തുടങ്ങിയാൽ സംരക്ഷിക്കാൻ ഋഷിയുണ്ടാകും. പിടിച്ചു നിർത്താൻ പരിശ്രമം ചെയ്യും, ഐക്യപ്പെടുത്താൻ പദ്ധതികൾ രൂപപ്പെടുത്തും. അങ്ങനെ വ്യക്തികളും സമൂഹങ്ങളും പുതിയ ഊർജ്ജസ്വലതയോടെ, നവീന ശക്തിയോടെ മുന്നേറും. സ്നേഹവും ഐക്യവും പൊതുജീവിതത്തിൽ നിറഞ്ഞാടും. ഇത് സാധിക്കുന്നത് ഋഷിമാരുടെ സാരഥ്യം മൂലമാണ്. ഋഷി എന്നാൽ സത്യത്തെ ദർശിച്ചവർ എന്നാണ്. നേരായി കണ്ടവർ, ശരിയായി മനസ്സിലാക്കിയവർ. അവർക്ക് പിശക് പറ്റാറില്ല. പറ്റുന്നവരെ ആരും ഋഷിയായി ആദരിക്കാറുമില്ല, അനുസരിക്കാറുമില്ല. യഥാർത്ഥ ഋഷിയുടെ മുന്നിൽ വർഗശത്രുക്കളില്ല, അവിശ്വാസികളില്ല, പാപികളുമില്ല. അതുകൊണ്ടാണ് ഋഷിമാർ കാട്ടുന്ന വഴി ആരും നിഷേധിക്കാത്തതും. ഇനി ഗുരുവചനം കേൾക്കാം. ആധ്യാത്മികത ഉൾക്കൊണ്ടാൽ മാത്രമേ ജീവിതത്തിൽ പൂർണ്ണത കൈവരികയുള്ളൂ. ഇതിൻ്റെ അഭാവമാണ് ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ബാല്യേ ദുഃഖാതിരേകാത് മലലുളിതവപു സ്തന്യപാനി പിപാസുഃ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവമലജനിതാഃ ജന്തവോ മാം തുദന്തി നാനാരോഗാദിദുഃഖാത് രുദനപരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ബാല്യേ ദുഃഖാതിരേകാത് മലലുളിതവപു സ്തന്യപാനി പിപാസുഃ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവമലജനിതാഃ ജന്തവോ മാം തുദന്തി നാനാരോഗാദിദുഃഖാത് രുദനപരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ.